ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ. ഹണി റോസിന്റെ പരാതിയിൽ വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിൽ എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഹണി റോസ് കഴിഞ്ഞ ദിവസമാണ് ഒരു സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ ഒരു വ്യക്തി തന്നെ നിരന്തരമായി അപമാനിക്കുന്നു, ശല്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചത്. ഇതിനെ തുടർന്നാണ് ഹണി റോസിൻ്റെ പരാതി ഉണ്ടാവുന്നത്. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുന്നു, പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ. ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടില്ല. കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. ഉച്ചയോടെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലേക്കും. ഇന്നലെയാണ് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇന്ന് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹണി റോസിന്റെ മൊഴിയും ഇന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഹണി റോസിനെ നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് 20 ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതൽ ഈ അക്കൗണ്ടുകളുടെ ഉടമകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഫേസ്ബുക്കിന്റെ അതിന്റെ സഹായം തേടിയിട്ടുണ്ടെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇന്ന് രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കുമ്പളം സ്വദേശി ഷാജിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. മറ്റ് അക്കൗണ്ടുകളുടെ ഉടമകളെ കണ്ടെത്തുന്നതിനുള്ള നീക്കവും നടക്കുമ്പോഴാണ് ബോബി ചെമ്മണ്ണൂർ തുടർന്നും ഈ ഹണി റോസിനെ അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും മറ്റുമായി വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള പരാതിയിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത് അറസ്റ്റിലേക്ക് തന്നെ കടക്കാനാണ് നീക്കം. നേരത്തെ ഉള്ള മറ്റ് കേസുകളിന് സമാനമായ രീതിയിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെയും കേസുമായി ശക്തമായ നിലയിൽ മുന്നോട്ട് പോകും എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തുതന്നെയായാലും ഉച്ചയോടെയാണ് സെൻട്രൽ പോലീസ് വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ ഇവിടേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമാവും ചോദ്യം ചെയ്യലും മറ്റ് നടപടിക്രമങ്ങളും ഉണ്ടാവുക. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തു തന്നെയായാലും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ ഒരു സാഹചര്യത്തിൽ റിമാൻഡിൽ പോകാനടക്കമുള്ള സാധ്യതകളുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ ജാമ്യത്തിനായുള്ള മുൻകൂർ ജാമ്യം അടക്കമുള്ള ശ്രമങ്ങളുമായി ബോബി ചെമ്മണ്ണൂരും നീങ്ങാനുള്ള സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നതും. നീലിമ. സുധീഷ്, കഴിഞ്ഞ ദിവസമാണ് ഹണി റോസ് പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ മൊഴി നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അവർ ആ മൊഴിയിൽ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നീലിമ, ഇന്നലെ പരാതി നൽകുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. മൊഴി നൽകിയിട്ടില്ല. ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ നെക്ലസ് ധരിപ്പിക്കുക, അതിനുശേഷം കയ്യിൽ അനുവാദം ഇല്ലാതെ പിടിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ആണ് ഇത്തരം ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി നിരന്തരം വന്നത്. അതിൽ മിനിഞ്ഞാന്ന് ഉണ്ടായ ഒരു വീഡിയോ, അതിനെ തുടർന്നാണ് ഹണി റോസ് പരാതിയുമായി രംഗത്ത് വരുന്നത്. നേരത്തെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പോലും പേര് വെളിപ്പെടുത്താൻ ഹണി റോസ് തയ്യാറായിരുന്നില്ല. എന്നാൽ ഇന്നലത്തെ ഏറ്റവും അവസാനം വന്ന വീഡിയോയിലെ പരാമർശം വലിയ രീതിയിൽ അപമാനിക്കുന്നതാണെന്ന് കണ്ടാണ് ഹണി റോസ് ശക്തമായ ഒരു പോരാട്ടം, യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയും തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെതിരെ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോട് അടക്കം സംസാരിച്ച ശേഷമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കൊച്ചി സെൻട്രൽ സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ഇന്നലെ രാവിലെയാണ് പരാതി നൽകിയത്. അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുന്നത്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. ഇന്ന് തന്നെ ഈ ഹണി റോസിനെയും ചോദ്യം ചെയ്യാൻ മൊഴിയെടുക്കാൻ ശ്രമിക്കും എന്നതാണ് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള നീക്കത് സ്റ്റേഷനിൽ എത്തിച്ചാണോ വീട്ടിൽ ചെന്നാണോ എന്നത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തുതന്നെയായാലും ഹണി റോസിൻ്റെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാവും ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികൾ ശക്തമാക്കുക എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. നീലിമ. സുധീഷ്, ഈ ലൈംഗിക ചുവയോടെയുള്ള അശ്ലീല ഭാഷണത്തിനെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ 75(4) വകുപ്പ് പ്രകാരവും ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അശ്ലീല പരാമർശം നടത്തുന്നതിനെതിരെ IT ആക്ടിലെ 67 വകുപ്പ് പ്രകാരവുമാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ബോബി ചെമ്മണ്ണൂരിന് ഒരു തരത്തിലും ഊരിപ്പോകാൻ പറ്റാത്ത വിധത്തിലുള്ള പരാതിയാണ് ഹണി റോസ് നൽകിയിരിക്കുന്നത്. എന്താണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയുന്ന കാര്യങ്ങൾ?
നീലിമ, ഇതിൽ ഏറ്റവും പ്രധാനമായി പറയാവുന്നത് ഹണി റോസ് പരാതി, ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കൃത്യമായ തെളിവുകളുമുണ്ട്. ഇതിൻ്റെ വീഡിയോകൾ അടക്കമുള്ളവ ശേഖരിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ബോബി ചെമ്മണ്ണൂർ ഈ കേസിൽ നിന്ന് ഊരിപ്പോരുക പ്രയാസമാവും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. അതുതന്നെയാണ് പോലീസും അത്തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ അടക്കമുള്ളപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിക്കാൻ പോലീസിനും സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെ നിലനിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് തിടുക്കത്തിൽ തന്നെ ഇന്നലെ പരാതി ലഭിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ഇന്ന് തന്നെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇത് പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്തോഷം കൂടിയാണ്. ഇത്തരം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന സമീപനം ഉണ്ടായാൽ അത് എത്ര വലിയ ആളാണെങ്കിലും, ഇന്നലെ തന്നെ ഹണി റോസ് തന്നെ പറഞ്ഞിരുന്നത് പണത്തിൻ്റെ മുമ്പിൽ താങ്കൾ അഹങ്കരിക്കും, ഞാൻ ഭാരതീയ നിയമസംഹിതയുടെ ആ ശക്തിയാണ് കണക്കാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ നിയമം തന്നെ ജയിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ പോലീസിൻ്റെ നടപടിയും കൃത്യമായി നീങ്ങുന്നു എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. നീലിമ, ഈ ഹണി റോസിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച് ബോബി ചെമ്മണ്ണൂർ രംഗത്ത് വന്ന സാഹചര്യമൊക്കെ ഉണ്ടായല്ലോ. തൻ്റെ വാക്കുകൾ ആളുകൾ വളച്ചൊടിച്ച് സംസാരിച്ചത് ഹണിയെ വേദനിപ്പിച്ചെങ്കിൽ തിരുത്താൻ തയ്യാറാണ്, തൻ്റെ പരാമർശം ആരെയെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ പറയുകയുണ്ടായി. പക്ഷേ അത്തരത്തിൽ ഖേദപ്രകടനം കൊണ്ടൊന്നും ഈ വിഷയം തീരില്ല എന്നല്ലേ ഇപ്പോൾ മനസ്സിലാകേണ്ടത്. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണല്ലോ. സുധീഷ് തുടരുക. ഇപ്പോൾ KK രമ MLA നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി KK രമ, ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഹണി റോസിന്റെ പരാതിയിലാണ് സ്ത്രീത്വത്തെ അപമാനിച്ച എന്ന കേസിൽ ഹണി റോസിന്റെ പരാതിയിൽ വയനാട്ടിൽ നിന്നാണ് അറസ്റ്റിലായിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ കസ്റ്റഡി വാർത്തയോട്? അല്ല, അത് ഹണി റോസ് പരാതി കൊടുത്തതാണ്. അവരെ വ്യക്തിപരമായി ലൈംഗികാധിക്ഷേപം നടത്തി എന്നതാണ് കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങൾ കൂടെ നമ്മളത് ാണ്. പൊതുവെ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. അത് ആരായാലും മുഖം തൊക്കാതെ നടപടിയെടുക്കണം. അങ്ങനെ നടപടിയെടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വർദ്ധിച്ചു വരുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്ത്രീകളെ വ്യക്തിയധിക്ഷേപം നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇത്തരം കേസുകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റ് നിയമപരമായ നടപടിയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങട്ടെ. അതായത് ഹണി റോസ് പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റിൽ ചോദിക്കുന്ന വലിയൊരു കാര്യം, പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. അത് വെച്ച് പല സ്ത്രീകളെയും ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെയൊക്കെ ഈ ബോബി ചെമ്മണ്ണൂർ അപമാനിക്കപ്പെടുന്ന സാഹചര്യം ആദ്യത്തേതല്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളും കണ്ടാൽ, സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവെക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പല ഘട്ടത്തിലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, അത്തരം പ്രവർത്തികൾ ഉണ്ടായിട്ടുണ്ട്. അതെ, അതിന് ഞാൻ പറഞ്ഞ ഇതൊക്കെ അവസാനിപ്പിക്കണം. എന്തുകൊണ്ട് പണവും അധികാരവും ഉണ്ടെങ്കിൽ ആർക്കും എന്തും നടക്കാം എന്നുള്ള ഒരു സാഹചര്യം, അതാണ് അവസാനിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിൽ പണത്തിന്റെയോ അധികാരത്തിന്റെയോ ഏതെങ്കിലും ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് തന്റെ കീഴിലുള്ള എല്ലാ ആളുകളെയും അങ്ങനെ തന്നെ എല്ലാവരും തന്റെ കീഴിൽ നിൽക്കേണ്ടവരാണെന്നും തന്റെ കീഴിൽ ഉള്ള ആളുകളെ ഈ തരത്തിൽ അപമാനിക്കാമെന്നും ഒക്കെയുള്ള ഒരു ബോധമുണ്ടല്ലോ. ആ പൊതുബോധത്തിന് മാറ്റം വരേണ്ടതാണ്. ആ പൊതുബോധം മാറണമെങ്കിൽ ഇതുപോലെയുള്ള ചില നിയമ നടപടികൾ അത്യാവശ്യമാണ്. പലപ്പോഴും നിയമം കർശനമാകാത്തത് കൊണ്ടാണ് ഇത്തരം കേസുകൾ പിടിക്കപ്പെടുകയോ ഇത് വർദ്ധിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നിയമശക്തമായി ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ സംവിധാനമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ നല്ല ഒരു നടപടിയായിട്ട് തന്നെയാണ് അതിനെ കാണാൻ കഴിയുന്നത്. വളരെയധികം നന്ദി ശ്രീമതി KK രമ MLA. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഹണി റോസിന്റെ പരാതിയിൽ വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഒരിക്കൽ കൂടി സുധീഷ് ഗോപാലിലേക്ക് പോകുകയാണ്. സുധീഷ്, ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഖേദപ്രകടനം നോക്കിയാൽ 2 പ്രാവശ്യമാണ് അവരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിട്ടുള്ളത് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നു. അതിനിടെ കുന്തി ദേവിയുമായി അവരെ ഉപമിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായി. ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു പ്രകോപനത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് ഈ ഖേദപ്രകടനത്തിൽ പറയുന്നത്.
നീലിമ, തുടർച്ചയായി തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഹണി റോസ് ഇത്തരം ഒരു പരാതിയുമായി പോകുന്നത്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പൊതു പരാതികളിലെ എല്ലാം തന്നെ പ്രതികരണവുമായി വന്നിരുന്നു. ആ പരാതിയുമായി ഹണി റോസ് എത്തിയിരുന്നു. അവിടെ എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ പരാമർശിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും പരാതി നൽകാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിലൂടെ ഇത് നടിയെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞ് ആശ്ലീല പരാമർശം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു പരാതിയുമായി എത്തുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കസ്റ്റഡിയിലെടുക്കുന്നതിലേക്ക് പോകുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ ഇപ്പോൾ വിനു കിരിയത്ത് സംവിധായകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിനു കിരിയത്ത്, ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. അതുപോലെ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഉച്ചയോടെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വാർത്തകൾ വരുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ? ആദ്യം ഒരു വലിയ അഭിനന്ദനം ആർക്ക്, ഹണി റോസിന്, കംപ്ലൈന്റുമായി മുന്നോട്ട് പോയതിന്. നോക്കൂ, ഇതിവിടെ സ്ഥിരമായിട്ട് സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ പോലും ഈ സോഷ്യൽ മീഡിയയില് കുടുംബത്തിലിരിക്കുന്നവരെ തെറി വിളിക്കുക, സ്ത്രീകളോട് വളരെ മോശമായി പെരുമാറുക. ഒന്നാലേക്ക് ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്ന ബിസിനസ് ആഭരണത്തിന്റെയാണ്, അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. അവരെ ബഹുമാനിക്കണ്ടേ? ഇത് ഇയാൾക്കിനിപ്പോ ആരോ പറഞ്ഞ പോലെ എളുപ്പമാണ്. ഇനി നമ്പർ മാത്രം എഴുതിയാൽ മതി. പുള്ളി ജയിലിലേക്കുള്ള ഡ്രസ്സൊക്കെ പണ്ടേ തച്ച് വെച്ചിരിക്കുക. പുള്ളിയെ നമുക്കൊക്കെ ഒരു അല്പം ഇമേജ് ഉണ്ടായിരുന്നു. മൊഡോണയൊക്കെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് നമ്മൾ വിചാരിച്ചാ പക്ഷെ പുള്ളി സംസ്കാരം വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ, എത്ര പണം ഉണ്ടെങ്കിലും. പുള്ളി തെളിയിച്ചുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും വീണ്ടും. ഇത് ഹണിയോട് മാത്രമല്ല കേട്ടോ. പുള്ളി ഇന്നാൾ ഏതോ ഒരു ടൂർ പോകുന്നതിനെ കുറിച്ചൊക്കെ ഒരു കൊച്ചു പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇതുപോലെ കുറച്ച് സിനിമാ താരങ്ങളും കുറച്ച് പേരുണ്ട്, അറിയില്ല, ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരോട് മോശമായി സംസാരിക്കുന്ന ഒരുപോലെ. ഇവർക്ക് എന്ത് സന്ദേശമാണ് ഇവർ ജനങ്ങൾക്ക് നൽകുന്നത്? ഇവർക്കും അമ്മയും സഹോദരിമാരും ഭാര്യമാരും ഒക്കെ ഇല്ലേ കുടുംബത്തില്? സ്ത്രീ ശരീരത്തെ നോക്കൂ, എല്ലാവരും ഒരേ ഷേപ്പിലല്ലല്ലോ ഭൂമിയിൽ ജനിക്കുന്നത്. മനുഷ്യനായാലും മൃഗമായാലും മരങ്ങളായാലും വ്യത്യസ്ത ഷേപ്പുകളിൽ. അത് ബോഡി ഷെയ്മിങ് ചെയ്യാൻ പാടില്ല ആരെയും. അവർക്കില്ലാത്ത വിഷമം ഇവർക്കെന്താ? പിന്നെ കുന്തി ദേവിയെ കുറിച്ച് പറയാൻ ഇയാളാരാ? ഇയാള് മറ്റേതെങ്കിലും മതത്തിനെ കുറിച്ച് പറയട്ടെ. കുന്തി ദേവിയെ കുറിച്ച് ഇയാൾക്ക് വേദിയിലിരുന്ന് പറഞ്ഞിട്ട് പറയാനും ഇയാൾ ജീവിതത്തിൽ കുന്തി ദേവിയെ കണ്ടിട്ടുണ്ട്. ഇയാളുടെ ആരെങ്കിലും ആണോ കുന്തി ദേവി? സംസ്കാര ശൂന്യൻ. ഞാൻ അയാളെ ഇന്നാളൊരിക്കൽ അയാളുടെ ഡാൻസ് കളിച്ചപ്പോൾ ആരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് അയാളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആളാ. അത് അയാളുടെ ഇഷ്ടമാണ്, അത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതുപോലെ ഹണി റോസ് ഏത് ഡ്രസ്സ് ഇടണമെന്നുള്ളത് ഹണി റോസിന്റെ സ്വാതന്ത്ര്യമാണ്. ഇത് വളരെ മോശമാണ്. ഈ സോഷ്യൽ മീഡിയക്ക് ഒരു നിയന്ത്രണം അത്യാവശ്യമായിട്ട്. ഞാനൊക്കെ ചിലപ്പോൾ പ്രതികരിച്ചു പോകും. ഞങ്ങളുടെയൊക്കെ ഇതിനകത്ത് വരുന്ന കമന്റ്, ഇപ്പൊ കമന്റ് നോക്കാറില്ല, പക്ഷെ പാരന്റ്സിനെ ചേർത്തൊക്കെ ചീത്ത വിളിക്കുന്നത് ഏത് പൊന്നുമോനായാലും ഞാൻ കേസ് കൊടുക്കും. ആദ്യമൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുമായിരുന്നു. ഇതൊന്നും അന്തസ്സല്ല ഇത്. ഇത് ഞരമ്പ് രോഗികൾ തന്നെയാണ്. ഒരു ജോലിയും ഇല്ലാതെ രാവിലെ എടുത്തു വെച്ച് ഇങ്ങനെ കമന്റ് ഇടുന്നവർ ഒന്ന് ചിന്തിക്കുക, ആദ്യം നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് അതിനുള്ള യോഗ്യത ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞങ്ങൾ തലകടത്തുന്നുണ്ടോ? ഇത് വലിയ ശല്യമായിരിക്കുകയാണ് കേട്ടോ. നേരെ ഇപ്പൊ ആരോ ആയിക്കോട്ടെ, സ്ത്രീകളെ കുറിച്ച് രാഷ്ട്രീയപരമായിട്ട് എന്തിനാ ഇതിന്റെ ആവശ്യം? അവരവരുടെ വഴിക്ക് പോട്ടെ. ഇത് വളരെ നന്നായി. എന്താ ഹണി റോസിന് ഞാൻ നേരിട്ടൊരു കൺഗ്രാറ്റ്സ് പറയുന്നു. ഇതുപോലെ 10 പെണ്ണുങ്ങൾ പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അഭിപ്രായം പറയണം. ഹണി റോസിന് അയാൾക്ക് ഉദ്ഘാടനത്തിന് വിളിക്കാം, ഒക്കെ ചെയ്യാം. അയാളുടെ ഗസ്റ്റായിട്ട് പോയൊരു സ്ത്രീയെ വേദിയിൽ വെച്ച് ഇയാൾ ആരാ? എന്നിട്ട് ഇത് കൈയടിക്കാൻ കുറെ പേരുണ്ടെങ്കിൽ അവരുടെ സംസ്കാരത്തെയാണ് നമ്മൾ അളക്കേണ്ടത്. നാണക്കേടാണ്, മലയാളിക്ക് ഇത് നാണക്കേടാണ്. വല്ല വിഷമം തോന്നുന്നുണ്ട്. ആ കുട്ടി എനിക്കൊന്ന് നിവൃത്തിയില്ലാതായിരിക്കും. കാരണം ഇന്നലെ തുടങ്ങിയതല്ല ഹണി റോസിനെതിരെ. നർമ്മത്തിൽ പലതും പറയാം. നമുക്ക് വീട്ടിൽ ഇരുന്ന് പറയാം, നമുക്ക് ഫ്രണ്ട്സിനോട് പറയാം. അതൊക്കെ പറയുന്നത് ആരും അറിയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്നത് ആരെക്കുറിച്ചും പറയാൻ പാടില്ല. അത് ആ കുട്ടി പറയണത് ശരിയാണ്. അവരുടെ പാരന്റ്സ് ഇത് കാണുകയല്ലേ, അവരുടെ ബന്ധുക്കൾ കാണുകയല്ലേ, കൂട്ടുകാരികൾ കാണുകയല്ലേ. അത്ര മോശം പ്രതികരണങ്ങളല്ലേ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ബോബി ചെമ്മണ്ണൂരിനെതിരെയല്ല, സ്ത്രീകൾക്കെതിരെ പറയുന്ന അല്ലെങ്കിൽ പുരുഷനെതിരെ ആയാലും വ്യക്തിഹത്യ ചെയ്യുന്നവർക്കെതിരെ ഒരു നിയമം ഉടനെ കൊണ്ടുവരിക. ഈവൻ മുഖ്യമന്ത്രിയെ കുറിച്ച് പോലും എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? നമുക്ക് ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമുക്ക് ഇത് പ്രതിഷേധിക്കാം മാന്യമായ രീതിയിൽ. വ്യക്തിഹത്യ ചെയ്യുക, കുടുംബത്തെ പറയുക, ബാക്കി മന്ത്രിമാരെ പറയുക, BJP നേതാക്കന്മാരെ പറയുക, നരേന്ദ്രമോദിയെ പറയുക, ഇതൊക്കെ ഇവരാരെ ഇതൊക്കെ പറയാനായിട്ട്? ഇനി ഫേക്ക് ഐഡി ആണെങ്കിൽ അതിന് ശിക്ഷ കൂടുതൽ കൊണ്ടുവരണം. സ്ത്രീകളുടെ പേരില്, കള്ളപ്പേരില് ഒക്കെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഇത്തരക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. അതിന് എത്രയും പെട്ടെന്നൊരു നിയമം കേന്ദ്രമോ ഇവിടെയുള്ളവർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെന്തായാലും വളരെ സന്തോഷം.
ഇനി അയാൾ മാപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, നാറിയില്ലേ? വളരെയധികം നന്ദി ശ്രീ വിനു കിരിയത്ത് ഈ ഘട്ടത്തിൽ ജനം ടിവിയോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ വനിതാ കമ്മീഷൻ മുൻ അംഗം ജെ പ്രമീള ദേവി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി പ്രമീള ദേവി, യഥാർത്ഥത്തിൽ ഹണി റോസിന് എല്ലാവരും അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഞരമ്പ് രോഗിയെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിന്, അയാൾക്കെതിരെ പരാതി നൽകിയതിന് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തെ? അല്ല, തീർച്ചയായും ചെയ്യേണ്ടത് ചെയ്തു, സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു വ്യക്തി സിനിമയിൽ അഭിനയിക്കുക എന്ന തൊഴിലിൽ ഏർപ്പെട്ടതുകൊണ്ടോ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമല്ലാത്ത തരത്തിൽ, അതിനെ ചോദ്യം ചെയ്യാത്ത തരത്തിൽ അവർ വസ്ത്രം ധരിക്കുകയോ ചെയ്യുന്നതിന്റെ പേരിൽ ഈ ആരെങ്കിലും ക്ഷണിക്കുന്ന ചടങ്ങുകളിൽ, അത് ഉദ്ഘാടനമായിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ, പങ്കെടുക്കുന്നു എന്നതിന്റെ പേരിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റം അധിക്ഷേപാർഹമാണെന്നല്ല, കുറ്റകരമാണ് എന്ന് തന്നെ പറയണം. തീർച്ചയായും ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം ഇത്തരത്തിൽ സ്ത്രീകളെ കുറിച്ച്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തും മറ്റുമുള്ളവരെ കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കാറുണ്ട്, അവരെ അധിക്ഷേപിച്ച് സന്തോഷിക്കാറുണ്ട്. അത് അനുവദനീയമല്ല. മറ്റേതൊരു രംഗം പോലെയും സിനിമാ അഭിനയം ഒരു തൊഴിലാണ്. സിനിമാ അഭിനയം മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരോട് താങ്കൾ കാണുന്നുണ്ടായിരിക്കും, ഒരു പൊതു വിഷയത്തെ കുറിച്ച് ഒരു സ്ത്രീയാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ മറുപടി വരുന്നത്, ഈ തള്ളയ്ക്ക് മിണ്ടാതിരുന്നൂടെ, ഈ അമ്മച്ചി ഇതൊന്നും അറിയുന്നില്ലേ, കഴുത്ത് തള്ളേ, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് വരുന്നത്. മറ്റൊരാളിനെ അയാളുടെ പ്രായം ഉദ്ദേശിച്ച് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് കുറ്റകരമാണെന്നറിയാത്ത വിഡ്ഢികൾ നിറഞ്ഞ ഒരു പ്രദേശമായും മാറിയിരിക്കുന്നു. തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക്, മറ്റൊരാളെ അപമാനിക്കുന്നവർക്ക്, അതിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീത്വത്തിനെതിരെയുള്ള അപമാനകരമായ പ്രസ്താവങ്ങൾ നടക്കുന്നവർക്കെതിരെ നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ, കൃത്യസമയത്ത് തന്നെ, നമുക്കറിയാലോ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്, കൃത്യസമയത്ത് തന്നെ നടപടി ഉണ്ടാവണം. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു അധികൃതരെ. തുടർ നടപടികളും ഇതേപോലെ തന്നെ ആവണം. ഒരാളിന്റെ സമ്പത്തോ സ്ഥാനമോ വലിപ്പമോ സ്വാധീനമോ ഒന്നും ഇത്തരം വിഷയങ്ങളിൽ കണക്കാക്കപ്പെടാൻ പാടില്ല. സ്ത്രീകൾക്ക് തീർച്ചയായും പൊതുസമൂഹത്തിൽ, അത് അഭിനയമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, വീട്ടിൽ സാധാരണ ജീവിതം നയിക്കുന്നവരായിക്കൊള്ളട്ടെ, ആർക്കും അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ നിർബന്ധമായും ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ ശക്തമായ നിലപാട്, അഭിപ്രായം. എക്കാലവും ഞാൻ അങ്ങനെ തന്നെ പറയുകയും അതിന് അനുസൃതമായ പെരുമാറ്റം നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് കൂടി പറഞ്ഞു. വളരെയധികം നന്ദി ഡോക്ടർ ജെ പ്രമീള ദേവി. ഇപ്പോൾ എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും KP സുരേഷ് കുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. KP, ഹണി റോസ് വളരെ ധീരമായ ഒരു നിലപാട് ഇക്കാര്യത്തിൽ എടുത്തു. ബോബി ചെമ്മണ്ണൂരിനെതിരെ അയാളുടെ പണത്തിൻ്റെ ധാർഷ്ട്യം, അത് നിമിത്തം ഭീഷണി ഭയം മുൻനിർത്തി ഒരാളും ഇയാൾക്കെതിരെ പരാതി നൽകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വിഭിന്നമായി ഹണി റോസ് വളരെ ധീരമായ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എങ്ങനെ വിലയിരുത്താം ഈ സംഭവങ്ങളെ? നീലിമ, കഴിഞ്ഞ ദിവസം ഹണി റോസ് ജനം ടിവിയോട് പ്രതികരിച്ചത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഹണി റോസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരുപാട് കാലമായി ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരത്തിലുള്ള അധിക്ഷേപം, വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം, ഈ പറഞ്ഞ വ്യക്തി ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം തന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം അവർ നടത്തിയിരുന്നു. അവർ പറഞ്ഞത്, പല പ്രാവശ്യം ഈ വ്യക്തിയോട് തന്നെ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, ഇത്തരം ഒരു പരാമർശം ഇഷ്ടപ്പെടുന്നില്ല എന്ന് വ്യക്തിപരമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അവരുടെ മാനേജ്മെന്റ് തലത്തിൽ ഞാൻ കൃത്യമായ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പിന്നെയും ഇത് ആവർത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ നിർബന്ധിതമായത് എന്നാണ്
എന്നാണ് പറഞ്ഞത്. കാരണം ഇത് എന്റെ വ്യക്തിപരമായി മാത്രമല്ല, എന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെയും അവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിയമപരമായ നടപടികളിലേക്ക് സ്വീകരിച്ചത്. ആദ്യം ഒരു പ്രാവശ്യം ഒരു ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു പ്രതികരണം ഉണ്ടായപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള അയാളുടെ ഒരു ശൈലി എന്ന രീതിയിൽ ഞാൻ വിട്ടു. പിന്നെയും ഇത് ആവർത്തിച്ച ഘട്ടത്തിലാണ് എനിക്ക് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വന്നത്. പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്, ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പരാമർശങ്ങൾ അവർ ആസ്വദിക്കുകയാണ്, ഇഷ്ടപ്പെടുകയാണ്. പക്ഷേ ഞാൻ മാനസികമായി അത്രയും വിഷമഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. പക്ഷെ ആ സമയം ഞാൻ ആരോടും ഇത് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഇത് ആവർത്തിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിയമ നടപടിയിലേക്ക് കടന്നത്. ഏത് തരത്തിലായി കഴിഞ്ഞാൽ നിയമത്തിന്റെ ഏതറ്റം വരെയും പോകുമെന്നും ജനം ടിവിയോട് അവർ വ്യക്തമാക്കിയുണ്ടായി. മറ്റൊരു കാര്യം ഹണി സൂചിപ്പിച്ചത്, ഏകദേശം 10-30ഓളം പേർക്കെതിരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴിലിട്ട കമന്റ് പ്രകാരം അത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ കമന്റ് ഇട്ട ആൾക്കാരുടെ പേരുകൾ സഹിതം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം 30 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ ഷാജി എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിൽ ഒരു ധീരമായ ഒരു ഇടപെടൽ തന്നെയാണ് ഹണി റോസ് നടത്തിയത്. സാധാരണ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ ആവർത്തിക്കുമ്പോഴും സ്ത്രീ സമൂഹം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സെലിബ്രിറ്റീസ് ഒക്കെയും ഇത് മൗനം ദീക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ ഹണി റോസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ചെയ്യേണ്ടി വന്നു. അവരുടെ കുടുംബപരമായിട്ട് അവരുടെ സുഹൃത്തുക്കളെയൊക്കെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, അവർക്ക് മനോവിഷമം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോകാൻ നിർബന്ധിതരായത് എന്ന് അവർ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊന്ന് അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അമ്മ എന്ന സംഘടനയിൽ നിന്ന് പരിപൂർണ പിന്തുണയുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും പരിപൂർണ പിന്തുണയുണ്ട്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും പരിപൂർണ പിന്തുണയുണ്ട്. പക്ഷെ ഇത്തരമൊരു പിന്തുണ, ഇത്രത്തോളം പിന്തുണ എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. കാരണം പരാമർശം അല്ലെങ്കിൽ ഞാൻ പരാതി നൽകിയത് അത്രത്തോളം സമ്പന്നനായ അല്ലെങ്കിൽ സമൂഹത്തിൽ അത്രത്തോളം സ്വാധീന ശക്തിയുള്ള ഒരു വ്യക്തിയോടാണ്. ആ വ്യക്തിയോട് ഞാൻ ഇങ്ങനെ നിയമപരമായി ഏറ്റുമുട്ടുമ്പോൾ ഞാൻ വീണ്ടും അധിക്ഷേപത്തിന് പാത്രമാകുമോ എന്നുള്ള ഭയം, ഒരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ആശങ്ക അസ്ഥാനത്താണ് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി കൂടുതൽ ധീരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നത്. ഇപ്പോൾ ആ നിയമ നടപടികളുമായി ഞാൻ മുന്നോട്ട് പോവുകയാണെന്ന് ഹണി വ്യക്തമാക്കിയുണ്ടായി. അതുതന്നെയാണ് സമൂഹത്തിന്റെ ഒരു പരിപൂർണ പിന്തുണ ഇവർക്ക്, ഈ ഹണി റോസ് എന്നുള്ള ആ ഒരു ചലച്ചിത്ര താരത്തിനുണ്ട്. അവർ അതുമായി മുന്നോട്ട് പോകുമ്പോൾ സമൂഹത്തിന് അവർ നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്, സമൂഹം അവർക്ക് നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട്. അതൊരു പോസിറ്റീവായ രീതിയിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് അറിയാം. ഇപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്ത ഒരു സാഹചര്യത്തിൽ അത് കൃത്യമായ ഒരു മെസ്സേജ് തന്നെ കൺവേ ചെയ്യുന്നു എന്ന കാര്യവും നമുക്ക് ഉറപ്പിക്കാം. നിലിമ. കെ.പി. സുരേഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്കിൽ നിന്നും പങ്കുവച്ചത്. ഇപ്പോൾ സുധീഷ് ഗോപാലിലേക്ക് പോകുകയാണ്. സുധീഷ്, പോലീസിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഉച്ചയോടെ ഇയാളെ എത്തിക്കും, വൈകിട്ടാകുമെന്നാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പറയുന്നത്. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ വയനാട്ടിലെ എയർ ക്യാമ്പിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, ഇവിടെ കൊച്ചി സെൻട്രൽ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം ചോദ്യം ചെയ്യും. കസ്റ്റഡിയിലെടുത്തതും 24 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ കസ്റ്റഡിയിലെടുത്തോ അതിനുള്ളിൽ ബാക്കി നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി മെഡിക്കൽ അടക്കം നടത്തിയതിന് ശേഷം, വൈദ്യപരിശോധന അടക്കം നടത്തിയതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. ഇത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളുമല്ല ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ കൊച്ചിയിൽ എത്തിച്ചാൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത്. അതിനുള്ളിൽ തന്നെ ഒരുപക്ഷെ ഹണി റോസിൻ്റെ മൊഴിയും രേഖപ്പെടുത്തും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാവും മറ്റ് തുടർ നടപടികളെന്നാണ് ഇന്ന് രാവിലെ DCP വ്യക്തമാക്കിയത്. ഇന്ന് തന്നെ ഹണി റോസിൻ്റെ മൊഴി എടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് പറഞ്ഞത്. ഹണി റോസിൻ്റെ വീടുമായി ബന്ധപ്പെട്ടപ്പോഴും അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്കായി ഇന്നത്തെ ദിവസം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളതും. അപ്പോൾ അത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തു തന്നെ ആയാലും വയനാട്ടിൽ നിന്നും കൊച്ചിയിൽ സ്റ്റേഷനിൽ എത്തിച്ചെങ്കിൽ മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. പുറത്തു വെച്ചൊരിക്കലും അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധിക്കില്ല. ഏത് സ്റ്റേഷനാണ് ആ സ്റ്റേഷനിൽ വെച്ച് തന്നെ വേണം അറസ്റ്റ് രേഖപ്പെടുത്താൻ. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെ എപ്പോൾ കൊച്ചിയിൽ എത്തിക്കുന്നോ അതിന് ശേഷമാവും അറസ്റ്റിലേക്ക് കടക്കുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എന്ത് തന്നെയായാലും ഇതിൽ നിർണായകമായ നടപടികളിലേക്ക് പോലീസ് കടന്നു കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതി ലഭിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബോബി ചെമ്മണ്ണൂരിനെ പോലുള്ള ഒരു വ്യവസായ പ്രമുഖനെ, ഇല്ലെങ്കിൽ അത്രത്തോളം സമൂഹത്തിൽ സ്വാധീന ശക്തിയായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചു എന്നത് ഏറെ പ്രശംസനീയമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിലുപരിയാണ് ഈ ഒരു വിഷയത്തിൽ തുടരെയുള്ള ഈ അധിക്ഷേപങ്ങളിൽ കൃത്യമായ രീതിയിൽ നിയമ നടപടികളിലേക്ക് ഹണി റോസ് നീങ്ങിയത്. അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ആക്ഷേപിച്ച മറ്റു ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കെതിരെയായാലും ബോബി ചെമ്മണ്ണൂരിനെതിരെയായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇത് പൊതുവിൽ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമായി കൂടിയാണ് ഹണി റോസ് മുന്നോട്ട് വെച്ചതും. അത് എന്തു തന്നെയായാലും ആ അർത്ഥത്തിൽ തന്നെ ആ അമ്മയുടെയും അടക്കം ഉള്ള ഒരു പിന്തുണ കൂടി ലഭിച്ചതോടെ ആ ഒരു പോരാട്ടം അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായതിലൂടെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. ഇനിയും ബോബി ചെമ്മണ്ണൂരിനെ ഇവിടെ എത്തിച്ചതിന് ശേഷം പോലീസിൻ്റെ തുടർ നടപടികളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തു തന്നെയായാലും ഇത് അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തും എന്ന കാര്യവും ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും വിരളമാണെന്ന് വിലയിരുത്താം. എന്നാൽ ഹൈക്കോടതിയിലടക്കം സമീപിച്ചുകൊണ്ട് ഏത് രീതിയിൽ നീങ്ങും എന്നത് സംബന്ധിച്ച് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. എന്തു തന്നെയായാലും ഇപ്പോൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഹണി റോസിന്റെ പരാതിയിൽ ഉണ്ടായിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ നടപടികളെ നോക്കിക്കാണുന്നത്? ആശ്വാസകരമായ നടപടി എന്ന് പറയുമ്പോൾ കസ്റ്റഡിയിൽ എടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ല. നമുക്കിവിടെ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായിട്ട് സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാ സ്ത്രീകളും പ്രത്യേകിച്ച് സെലിബ്രിറ്റിയും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അവര് എന്ത് ചെയ്താലും അതിന് താഴെ വന്ന് തോന്നിയ രീതിയിൽ അവന്റെ വായിക്ക് തോന്നുന്ന തെറികളും അശ്ലീല കമന്റുകളും ഒക്കെ ഇടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിന് നിയമപരമായി അങ്ങോട്ട് പോകുമ്പോ ഈ കേസ് ആര് കൊടുത്തോ അവര് കയറി ഇറങ്ങുക എന്നുള്ളതാണ് ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ച അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്തു, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു, കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് കാര്യമായില്ല. ഈ നിയമം കുറെ കൂടി ശക്തമാകണം. ഇനി ഈ പറയുന്ന വായിക്ക് തോന്നുന്നത് ഏതൊരു സ്ത്രീയെ ആർക്കും എന്തും പറയാം എന്നുള്ള രീതി ഇങ്ങനെ പോയാൽ പറ്റില്ല. എന്തായാലും ഇതൊരു ചെറിയ നടപടിയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഈ നടപടിയിൽ അയാളുടെ പണം സ്വാധീനം ഉണ്ടാകരുത്. അയാൾ ഒരു വലിയവനാണ് എന്നൊരു ധാരണ അയാൾക്കുണ്ട്. സമ്പത്ത് കൊണ്ട് അയാൾ വലിയവനാണെന്ന് അയാൾ വിചാരിക്കുന്നു. ആ ഒരു ധാരണ മാറ്റിക്കൊടുക്കണം. ഇത്രയും കാലം അയാൾക്ക് ഈ സമൂഹം കൊടുത്ത ഒരു ധൈര്യമുണ്ട്. അയാൾ പറയുന്ന ഓരോ വഷളൻ പ്രയോഗങ്ങൾക്കും, ഓരോ ദ്വയാർത്ഥ പ്രയോഗങ്ങൾക്കും കൈയടിച്ചും ചിരിച്ചും പ്രോത്സാഹിപ്പിച്ച സ്ത്രീ പുരുഷ സമൂഹമുണ്ട് ഇവിടെ. എല്ലാവരും ഇതിന് കാരണക്കാരാണ്. ഒരു ബോബി ചെമ്മണ്ണൂരല്ല. ഒരു ബോബി ചെമ്മണ്ണൂരിനെ പോലെ എത്രയോ ബോബി ചെമ്മണ്ണൂരുമാർ ഇവിടെ ഉണ്ട്. വീട്ടിനുള്ളിലും വീടിന് പുറത്തുമുണ്ട്. അപ്പോ ഈ ഉള്ളിലുള്ളവർ ഏത് രീതിയിൽ കൈകാര്യം ചെയ്തു എന്നൊക്കെ അറിയില്ല. പക്ഷെ നിയമപരമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് വായിൽ തോന്നുന്ന രീതിയിൽ ഇനി ആരും ഇത്തരത്തിലുള്ള കമന്റ് പറയരുത്. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ വളരെ ശക്തമായ നടപടികളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. കുറെ നാൾ കഴിയുമ്പോൾ സമൂഹം ഇത് മറക്കും. വീണ്ടും ഇത് പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകും. ആ നിലയിലേക്ക് പോകരുത്. ഇതിന് ശക്തമായ ഒരു നിയമം തന്നെ ഇവിടെ കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, എത്ര വഷളത്തരമാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളമ്പുന്നത്? ഇയാളുടെ ബ്ലോഗിലൂടെയൊക്കെ പുറത്തു വരുന്ന അശ്ലീലം ഇനിയും മലയാളി സഹിക്കണോ എന്നുള്ള തരത്തിൽ വരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നൊരു ഘട്ടം വന്നു. ഹണി റോസിനെ കുന്തിദേവിയോട് ഉപമിച്ചുകൊണ്ടാണ് ഇയാൾ മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ ഒരു പരാമർശമൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് നിരന്തരം പുറകെ നടന്ന് ശല്യപ്പെടുത്തുക, ഈ ശല്യപ്പെടുത്തൽ അസഹനീയമായ ഒരു ഘട്ടത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതിക്ക് മുതിർന്നത്. യഥാർത്ഥത്തിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്താൽ ഏതെങ്കിലും വിധത്തിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്ന് സ്ത്രീകൾ സംശയിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെയാണ് ഹണി റോസ് വലിയൊരു തിരുത്തൽ ശക്തിയായി മാറിയത്. ആ ധീരതയെ നമുക്ക് എങ്ങനെ കാണാം? നോക്കൂ, കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഒരു സ്റ്റേജിൽ വെച്ച് ഇയാൾ ഈ
പുരാണ കഥാപാത്രവുമായി ബന്ധപ്പെടുത്ത് ഹണി റോസിയെ അപമാനിച്ച് സംസാരിച്ചത്. ഹണി റോസും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ ഓർത്തു, ഒരാൾ തന്നെ മുന്നിൽ നിർത്തി അപമാനിക്കുമ്പോൾ അവർ എന്തുകൊണ്ടാണ് അത് പ്രതികരിക്കാതിരുന്നത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. അതുകൊണ്ടാണ് നമ്മളെല്ലാരും നിശബ്ദരായിരുന്നത്. വാസ്തവത്തിൽ വീട്ടിലിരുന്ന് കാണുന്ന നമുക്കൊക്കെ തോന്നിയിരുന്നു ഇതെന്താണത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എന്നെ ഒരാൾ എന്റെ മുമ്പിൽ നിന്ന് നിർത്തി അപമാനിക്കുമ്പോ ഞാനൊന്നും പ്രതികരിക്കാതിരിക്കുമ്പോൾ എന്റെ ചുറ്റിൽ കാണുന്നവർ അവർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് വിചാരിക്കില്ലേ? അന്ന് തന്നെ അവിടെ വെച്ച് തന്നെ അത് പ്രതികരിച്ചിരുന്നുവെങ്കിൽ അയാൾ ഇത്രയധികം വീണ്ടും ഈ മാസങ്ങൾക്കുള്ളിൽ അയാൾ വളരില്ലായിരുന്നു. ആ പദപ്രയോഗത്തിൽ വേറെ എത്രയോ ഇന്റർവ്യൂവിൽ അയാൾ വീണ്ടും 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 ആസ്വദിച്ച് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ ആസ്വാദനത്തിൽ ഒരു പെൺകുട്ടി പോലും ഇരുന്ന് കെക്കെ എന്ന് ചിരിക്കുന്ന ഒരു വീഡിയോയും ഞാൻ കണ്ടു. ആ പെണ്ണ് ചോദിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് എന്തിനാണ് അത് വീണ്ടും ഒരാളെ കൊണ്ട് അത് വീണ്ടും പറയിപ്പിക്കുന്നത് എന്താണ്? അപ്പൊ അയാൾ പറയുന്നു, ഞാൻ അവരെ നടി എന്നല്ലേ പറഞ്ഞുള്ളൂ, വേറൊരു വാക്ക് അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് കേട്ട് ആ പെണ്ണ് ചിരിക്കുന്നു. ആരാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്? നോക്കൂ, ഇതാണ് ഇവിടെ ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. അയാൾ വിചാരിക്കുന്നത് ഈ സ്ത്രീകൾ പോലും എനിക്കെതിരെ പ്രതികരിക്കുന്നില്ല. ഞാനൊരു 4 ദിവസം മുമ്പ് ഞാൻ ഹണി റോസിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടു. അയാൾ പണക്കാരനായതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ മൗനമായിരുന്നത്? ഈ കമന്റ് ഇടുന്നവർക്കെതിരെ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തല്ലോ, എന്തുകൊണ്ട് അയാൾക്കെതിരെ നിങ്ങൾ ഒരു പരാതി കൊടുക്കുന്നില്ല? അയാളുടെ കയ്യിൽ പണവും സ്വാധീനവും ഉള്ളത് കൊണ്ടാണ്. അതിനുശേഷം അവരിപ്പോ എന്തായാലും ഈ വൈകിയാണെങ്കിലും ഈ നടപടിയിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് നിസ്സാരമായി കാണാതെ ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പോലീസുകാർ കൈകാര്യം ചെയ്യണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ബോബി ചെമ്മണ്ണൂർ കസ്റ്റഡിയിലായിരിക്കുകയാണ്. നടി ഹണി റോസിന്റെ പരാതിയിൽ വയനാട്ടിലെ മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്നുമാണ് കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘം ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കൊച്ചിയിലെത്തിയ ശേഷമാകും അറസ്റ്റും മറ്റ് നടപടിക്രമങ്ങളുമെല്ലാം ഉണ്ടാകുക.